ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി സജഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ സോസാണ്. പേര് പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാരണയായിട്ട് നമ്മൾ തക്കാളി വേവിച്ച് പിന്നെ അത് മിക്സിയിലിട്ടടിച്ച് പിന്നെയും വേവിച്ച് അങ്ങനെ ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കാറ്. പക്ഷെ അത്രയും പണികളൊന്നുമില്ലാതെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു പിസ്സ സോസ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. പറ്റാവുന്ന അത്ര ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിസ്സയുടെ ആ ഒരു സ്മെല്ലും അതുപോലെ ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിഗാനോ യൂസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ യൂസ് ചെയ്താലും മതി. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് നമ്മുടെ ചുവന്ന ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ അതും 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി 1/2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് കൂട്ടിയോ കുറച്ചോ കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് കെച്ചപ്പാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച അളവ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ 1/4 കപ്പ് കെച്ചപ്പ് പോരാ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 പിസ്സയ്ക്കുള്ള അളവിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പിസ്സയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ സോസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പിസ്സയുടെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുപോലെ അടിപൊളി വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്